നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇന്ദുമതി? എന്താ ഇന്ദുമതി? എന്താ അവിടെ ഉണ്ടല്ലോ. ഞാനേ എനിക്കെന്തോ തോന്നല്. സ്വപ്നാണോ തോന്നലാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ നിനക്ക് തോന്നിയത്? എനിക്ക് തോന്നിയത് ആ നമ്മുടെ പഠിക്കട്ടില്ലേ അതിന്റെ അവിടെ പാമ്പ് എഴഞ്ഞു പോകുന്നവര് തോന്നി. അമ്മയും ദേവുട്ടിയും കിടക്കുന്ന റൂമിലേക്ക് അത് എഴഞ്ഞു കയറി ചെല്ലുന്നു. ഞാൻ അതിന്റെ പിറകില് മുറി കയറി ചെന്നപ്പോ അവിടെ അപ്പൊ പാമ്പ് എന്നെ നേരത്തെ പത്തി ഉയർത്തി നിൽക്കുന്നു. എന്തായാലും പാമ്പ് മുമ്പേ പോയൊന്നും നിശ്ചയില്ല. പക്ഷെ നീ പിറകെ പോയെന്ന് ഉറപ്പാ. കടകടാന്ന് നീ സ്റ്റേറിന്ന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നു. നടുവിനോ മുതുകിനോ വല്ലതും പറ്റിയൊന്നും ആദ്യം നോക്ക്. അതെങ്ങനെയാ? ദൈവവിചാരം വല്ലതും ഉണ്ടോ? അമ്മേ ദേവീന്ന് ജപിച്ച് ശുദ്ധമായ മനസ്സോടെ കിടന്നിറങ്ങിയ ഇങ്ങനത്തെ ദുസ്വപ്നം ഒന്നും കാണില്ല. അല്ലമ്മേ, അവിടെ മുറിയിൽ പാമ്പോ മറ്റോ ഉണ്ടോ? അവിടെ പാമ്പുമില്ല ചേമ്പുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുതലേ ഇവള് പാമ്പെന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെ എങ്ങും ഞാൻ നോക്കിയിട്ട് പാമ്പ് പോയിട്ടൊരു പഴുതാര പോലും ഇല്ല. കേട്ടില്ലേ? സാരില്ല, പോട്ടെ. ഇനി എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. വരൂട്ടി. എന്നെ ഒന്ന് പിടിക്ക്, എനിക്ക് വയ്യ. ആവശ്യമില്ലാതെ ഓരോന്നിന് പോയിട്ടല്ലേ, തനിയെ നടന്നാ മതി. വാ. അതെ. ഇന്ദുമതിക്ക് ആകെ കൂടി ഗുളികം കയറിയ അവസ്ഥയിലാ. ഉച്ചയ്ക്കും ഇതുപോലെ പാമ്പേന്ന് വിളിച്ചു പറഞ്ഞ് പേടിപ്പിച്ചു കളഞ്ഞു. എന്തോ വിഷം അവളുടെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. അതാ ഇങ്ങനെ ഇല്ലാത്ത പാമ്പിന്റെ തോന്നലുകൾ അവൾക്ക് വരണേ. പാമ്പിനെ ഭയക്കണം. അത് ചിലപ്പോഴെങ്കിലും ഉപദ്രവിക്കുന്ന ജീവിയാ. പക്ഷേ ഇവിടെ ഇപ്പൊ പാമ്പൊന്നുമില്ല. ഇന്ദുമതിയുടെ ഭയമാണ് പാമ്പായിട്ട് മാറുന്നേ. അവൾ എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ വേണ്ടാതിനും കാണിച്ചിട്ടുണ്ട്. അതാ ഇങ്ങനെ പാമ്പായി തികട്ടി പുറത്തു വരുന്നേ. അതുകൊണ്ട് നീ പേടിക്കേണ്ടത് പാമ്പിനെ വിചാരിച്ചല്ല, ഇന്ദുമതിയെ വിചാരിച്ച. അവൾ എന്തെങ്കിലും വിഷം ചീച്ചിട്ടുണ്ടോന്ന് നോക്കണം. ദേവിയെ നന്നായി മനസ്സിൽ വിചാരിച്ച് കുട്ടി കിടന്നുറങ്ങിക്കോളും.